പുട്ടൊക്കെ കഴിച്ച് 2-3 മുന്തിരിങ്ങയും പറക്കി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടത്. നേരത്തെ പാട്ട് പാടുന്നതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്നത് നിർത്തിയായിരുന്നു. പിന്നെ അതൊരു പ്രശ്നമായി വന്നപ്പോൾ പാട്ട് പാടുന്നത് അങ്ങ് നിർത്തി. കാണാൻ രസമുണ്ടെങ്കിലും പുളിയ മുന്തിരിങ്ങ കൊണ്ടുള്ള ഈ ജ്യൂസ് കണ്ണിറുക്കി കഴിച്ചു. ശേഷം ഈ സുനാപ്രകേഷൻ കഴിച്ചു. പിന്നെ ഉമ്മണിക്ക മുന്തിരിങ്ങ. ശേഷം ഒരു റോബസ്റ്റയും കഴിച്ചു. ഒരു കുഞ്ഞമ്പൗളിയും മാതള നാരങ്ങ അഥവാ വടക്കോട്ട് ഉറുമ്പാമ്പഴം എന്ന് പറയുന്ന ആ സാധനവും കഴിച്ചു. 5:30 ആയപ്പോഴത്തേക്ക് ഒരു പാട്ടനറെ കണ്ടിച്ചു വെച്ച മൂസമ്പി ഇരിക്കുന്നതാണ്. അത് മുഴുവൻ പിച്ചി ചീന്തി എടുത്ത് ബാലൻസ് മാത്രം പാട്ടയിലിട്ട് അടച്ചു വെച്ചു. അത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഷവർമ വീട്ടിലുണ്ടാക്കിയത് കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടി ഇരിക്കുന്നത്. അതിന് അവകാശം ഉണ്ടായതുകൊണ്ട് പകുതി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചുകൊണ്ടിരുന്നു. വെള്ളം മുഴുവൻ കുടിച്ചു. ഒരു ഉമ്മണിക്ക് ചോക്ലേറ്റും തിന്ന് 7:45 കുബൂസിനകത്ത് സോസും മയണൈസും വെച്ചിട്ട് ഓരോന്ന് തിന്നു. 9 മണി 9:15 ആയപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ബിരിയാണി രാത്രി ഇത്തിരി കഴിച്ചു. ഒരു ഇച്ചിരി അലുവയും കഴിച്ചുകൊണ്ട് സിനിമ കാണാൻ ആദ്യം ഒരു ഓറഞ്ച് കഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, പൊരി ഉണ്ടായിരുന്നു, ചക്കവറ്റിലും ചിപ്സും ഉണ്ടായിരുന്നു. സിനിമ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇരുന്നുകൊണ്ട് കഴിച്ചു. സിനിമയും തീർന്ന് പാക്കറ്റും തീർന്ന് ഇറങ്ങി വരാൻ നേരത്തെ രാവിലത്തെ ഐസ്ക്രീം ഇരിക്കുന്നത് കണ്ടു. അതൊരു ഇത്തിരിയെ കഴിച്ചോളൂ. കാരണം ഫ്രിഡ്ജിൽ കുൽഫിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. വേറെ ചെറിയ ഐസ്ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ കുൽഫി മാത്രമേ കഴിച്ചോളൂ. ബാക്കി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവക്കാഡോ ജ്യൂസ് കുടിക്കാനുണ്ടായിരുന്നു. 10 മണിയായപ്പോഴത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് കറങ്ങി തിരിഞ്ഞു ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൂടെ കഴിച്ചുകൊണ്ടിരുന്നു.